കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഭൂരികൾ. ഞാൻ തന്നെ ഇപ്പോൾ 14ാമത്തെ വർഷമായ അരിപ്പീൻ സമരം മടുത്തു. എനിക്ക് പുതിയ തലമുറ ഈ രംഗത്തേക്ക് വരുന്നില്ല. ഒരുപക്ഷെ ആരെങ്കിലും നാളെ ഇത്തരം ഭൂസമരങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ UDF-ന് അനുകൂലമായ ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ ഇവിടുത്തെ നിയമവിരുദ്ധ തോട്ടങ്ങൾ, ഏറ്റവും കൂടുതൽ തോട്ടങ്ങളുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. അത് കഴിഞ്ഞാൽ പത്തനംതിട്ട. ഈ ജില്ലയിൽ ഉൾപ്പെടെയുള്ള തോട്ടം ഭൂമികളിലേക്ക് അവകാശ സ്ഥാപനം നടത്തി കേരളത്തിലെ ഭൂരഹിതരുടെ ഭൂവിഷയത്തെ സജീവമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിനെ നിയമപരമായോ അല്ലെങ്കിൽ പോലീസിന്റെ ഫോഴ്സ് ഉപയോഗിച്ചോ അവർക്ക് ചെറുക്കാൻ സാധിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ കുറെയൊക്കെ നമ്മൾ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരുവ് പ്രസംഗങ്ങൾക്കോ ഹാൾ മീറ്റിങ്ങുകൾക്ക് അപ്പുറത്തേക്ക് കുറെ ബുദ്ധിപരമായി ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനും ആവണം നമ്മുടെ തുടർന്നുള്ള ഈ 3-4 മാസത്തെ ഒരു ഇടപെടൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യത്തിൽ ഞാൻ ഹരിപ്പാ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇതിന്റെ കോപ്പി കൊടുത്തിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഗീതാഞ്ജലൊക്കെ കൂടി തയ്യാറാക്കിയ ഒരു മാനിഫെസ്റ്റോ ആണ്. അപ്പൊ അപ്പോഴാ വലിയ തിരക്കായിരുന്നു. കാരണം ഇലക്ഷൻ നടക്കുന്നു കണ്ടപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ മുഖം കാണിക്കാതെ തള്ളലായിട്ട് കൂടി അദ്ദേഹം പറഞ്ഞു ഒരു 12-ാം തീയതി പറ്റുമെങ്കിൽ ഗീതാഞ്ജലി 12-ാം തീയതി തന്നെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ ആശയം കൊണ്ട് ഭൂവിഷയം ഇതിനകത്ത് സമഗ്രമാണ്. കാരണം ഇതിനകത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വനാവകാശം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് നമ്മളിതിന് ഒരു മാതൃകയായി സ്വീകരിക്കുന്നത് ഡോക്ടർ രാജമാണിക്യമാണ്. അദ്ദേഹത്തെയാണ് ഓഫീസറായിട്ട് നിയമിക്കുകയും 5.25 ലക്ഷം ഏക്കർ ഭൂമി സർക്കാർ അനധികൃത ഭൂമിയാണ്, സർക്കാരിന്റെ ഭൂമിയാണ് ഇത്തരം തോട്ടമുടമകൾ കൈവശം വെക്കുന്നതെന്ന് പറയുന്നത്. ഇന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹമാണ് കേരളത്തിന്റെ റവന്യൂ ചീഫ് എന്ന് പറയുന്ന റവന്യൂ സെക്രട്ടറി. വേറെ കാര്യത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹവും നമ്മളെന്താ